നിങ്ങളൊന്ന് ആലോചിക്കണം. SNDP യോഗമുണ്ടായത് എന്താ കാരണം? ജാതി വിവേചനമല്ലേ? 75 കൊല്ലം കഴിഞ്ഞിട്ടും ആ ജാതി വിവേചനം ഇന്നും തുടരുകയല്ലേ? നമുക്ക് ആരിൽ നിന്ന് എന്ത് നീതി കിട്ടി? ഡോക്ടർ പൽപ്പു ഡോക്ടറായിട്ട് ജയിച്ചു വന്നപ്പോൾ തിരുവിതാംകൂർ ദിവാൻ പറഞ്ഞത് പേരെന്താണ്, ജാതി എന്താണ്? എൻ്റെ പേര് ഡോക്ടർ പൽപ്പു, ജാതി ഈഴവൻ. പോടാ ചെത്താനെന്നാണ് പറഞ്ഞത്. പറവൂർ പോയി ചെത്താൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും പോയി ചെത്തിക്കുമെന്ന്. നിൻ്റെ തൊഴിൽ ചെത്താണ്. ചാതുവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ചികിത്സിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാതുർണ്യ വ്യവസ്ഥ അനുസരിച്ച് ആട്ടിപ്പായച്ച് നിർത്തിയ ആ വിഭാഗം ഇന്നും ആ അവസ്ഥയിൽ, ചാതുർണ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ആട്ടിപ്പാറ്റി അയർത്തി നിർത്തിയിരിക്കുകയാണ്. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാര്യമായ വ്യത്യാസമില്ല. ഉദ്യോഗത്തിൽ നിങ്ങൾ നോക്കൂ, IAS IPS IRS നമ്മുടെ ആളിൽ ആരെങ്കിലും ഉണ്ടോ? എന്തേ ഇല്ലാതെ പോയി? സമ്പന്നർ നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാം നോക്കുമ്പോൾ ജനാധിപത്യം മതാധിപത്യത്തിന് കീഴടങ്ങി. മതാധിപത്യം നേടുന്നവരെല്ലാം തന്നെ ഈ രാജ്യത്തെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയി നമ്മളെല്ലാം അയിത്തം കൽപ്പിച്ചവരായി ആട്ടി ഓറ്റിക്കപ്പെട്ട് വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഉപയോഗിക്കുന്ന പശ്ചാത്തലം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൺവെൻഷനുകൾ, സമ്മേളനങ്ങൾ കൂടുമ്പോൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും അധികാരങ്ങളും മറ്റുള്ളവരോട് ചോദിക്കുന്ന കാര്യത്തിൽ മടി വിചാരിക്കാതെ അർഹതപ്പെട്ട് ആരുടെയും അവകാശം പിടിച്ചു പറ്റാനില്ല, അർഹതപ്പെട്ടത് ചോദിച്ച് വാങ്ങുവാനുള്ള ഇച്ഛാശക്തി ഓരോ സമുദായ അംഗങ്ങൾക്കും ഉണ്ടാകണം. ഡോക്ടർ പൽപ്പു എന്താ പറഞ്ഞത്? ഈഴവത്തി പറ്റ ഈഴവനാണെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുന്നതാണ് പറഞ്ഞത്. പ്രജാസഭയിലേക്ക് പോലും ഗുരു പറഞ്ഞയച്ചത് ആരാണ്? കുമാരനാശാനാണ് പറഞ്ഞയച്ചത്. എന്തിനു വേണ്ടി? ഈഴവൻ്റെ അവകാശങ്ങൾ, അധികാരങ്ങൾ നേടാൻ. ഇന്നത്തെ അസംബ്ലി പോലെ പണ്ട് രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്തുണ്ട് പ്രജാസഭയിലേക്ക് കുമാരനാശാനെ പറഞ്ഞയച്ചു എങ്കിൽ ഇന്ന് അങ്ങനെ പറഞ്ഞേക്കാൻ ആരുമുണ്ടോ? വന്ന് എവിടെ എത്തി നമ്മൾ?